അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ ഓർഡർ ചെയ്ത ചാണകപ്പൊടി എത്തിയിട്ടുണ്ട്. പക്ഷേ ചാണകപ്പൊടി പറഞ്ഞ പോലെ വലിയ ക്വാളിറ്റിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തെങ്ങിന് കഴുങ്ങിനൊക്കെ ഇട്ട് കൊടുക്കും വേണം, പിന്നെ നമ്മുടെ പ്ലാന്റുകൾക്ക് ഇട്ട് കൊടുക്കും വേണം. അപ്പോൾ ഇത് വളരെ കുറച്ചുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ആൾ തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് ഇതിൽ വൈക്കോലിൻ്റെ ചണ്ടിയൊക്കെ കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ ചാണകം വേണം എന്നുള്ളതാണ്. ഒരു ചാക്കിന് 200 രൂപയ്ക്കല്ല കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ചാണകം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നന്നാവുക. അപ്പോൾ ഇതിൽ കൂടുതൽ ചണ്ടിയാണ് കാണുന്നത്. എന്നാലും ഈ പ്ലാന്റുകൾക്കൊക്കെ നന്നായിരിക്കും. ഈ ചണ്ടികളും ചാണകപ്പൊടിയൊക്കെ കൂടി ആകുമ്പോൾ നന്നായിരിക്കും. അപ്പോൾ ആദ്യം നമ്മളെ അടിയിലുള്ള പ്ലാന്റുകൾക്കാണ് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ വളപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ വളപ്പൊടി എന്ന് അതിന് പറയാം. പഴയ കാലത്തൊക്കെ വളപ്പൊടി എന്ന് പറയാം. കാരണം ഇതൊരു വളക്കൂറ് തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിന് വളപ്പൊടി എന്ന് പറയുന്നത്. അതിന് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. ഈ വളപ്പൊടി ഇങ്ങനെ ചാക്കിലിരിക്കുമ്പോൾ നല്ല ചൂടുണ്ടാകും. അപ്പോൾ ഈ ചൂടുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മുരട്ടൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്ന് നനച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ സ്കിന്നിനൊക്കെ ഈ ചൂടേറ്റിട്ട് എന്തെങ്കിലുമൊക്കെ വാട്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ തന്നെ നമ്മളെ ചെടികളൊക്കെ അതിൻ്റെ വളർമയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കാരണം ഈ വളം ഒക്കെ കണ്ട് എത്തിക്കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് വരുന്നത് കാണാം. അപ്പോൾ വളം ഇടുന്നത് ഇങ്ങനെയാണ്. ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുക്കുക, മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. കാരണം വളപ്പൊടിക്ക് ഒരു ചൂടൊക്കെ ഉണ്ടാവും. ആ ചൂട് ഈ ചെടിയുടെ സ്കിന്നിനൊക്കെ തട്ടിയാൽ ചിലപ്പോൾ അതിന് വാട്ടം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട പാടെ ഒന്ന് നനച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇനി നാളെ മറ്റന്നാളായിട്ട് നമുക്ക് നമ്മൾ കഴുങ്ങിനും തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ ഇത് കുറച്ചേ ഉള്ളൂ. നമ്മൾ കഴുങ്ങിനും തെങ്ങിനൊക്കെ കൂടുതൽ വേണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജൈവവളമായിട്ടുള്ള ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ജൈവവളക്കൂട്ട് തന്നെ ഈ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്കൊക്കെ അടങ്ങിയിട്ടുള്ളൊരു പാക്കറ്റുണ്ട്, സൂപ്പർ മീൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ കുറച്ച് കടലപ്പിണ്ണാക്ക് ചേർത്ത് ഓരോ പിടിയായിട്ട് ഇട്ട് കൊടുക്കണം, ഈ ചാണകപ്പൊടീൻ്റെ കൂടെ തന്നെ. അതിപ്പോൾ നമ്മളെ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നാളെ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് 1-2 സ്പൂണ് 18-18 എന്ന് പറഞ്ഞിട്ടുള്ള വളമുണ്ട്, എല്ലാം കൂടി മിക്സാക്കി വരുന്നത്, പൊട്ടാസ്യം എല്ലാം കൂടി. അത് 2 സ്പൂണോ 3 സ്പൂണോ അത്ര കൂടാൻ പാടില്ല. അതിട്ട് കൊടുത്ത് നനച്ച് കഴിഞ്ഞാൽ ചെടി തഴച്ച് വളരുന്നതോടൊപ്പം പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ജൈവവളത്തിൽ നിന്ന് ശരിക്കും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രാസവളം വളരെ കുറച്ചിട്ട് കൊടുക്കുന്നത്. കൂടുതലാകാൻ പാടില്ല. കൂടുതലാക്കി കഴിഞ്ഞാൽ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് വരും. അതാണ് നമ്മൾ സ്പൂണ് കണക്കാക്കി ഇടാൻ പറയുന്നത്. കാരണം നമ്മൾ ചട്ടിയിലുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് രാസവളം ചെന്നാൽ അതിൻ്റേതായിട്ടുള്ള കേടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്ലാന്റുകൾക്കുള്ള വളപ്രയോഗവുമായിട്ട് പറയാനുള്ള ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞ് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.